അന്ന് കുറച്ചും കൂടെ ടഫായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം, എവിടെ കൊടുക്കണം, എത്ര നാൾ കഴിഞ്ഞ് വരും, ഇതൊന്നും കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിരിക്കും അവിടെ മെയിൽ അയക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ആഴ്ചകളും ദിവസങ്ങളും വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു റിപ്ലൈ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കര പോയിന്റ്സും. അപ്പം അതിനെ ഭയങ്കരമായിട്ട് ഇൻഡിവിജ്വൽ മെൻ്റലി അങ്ങ് തളർത്തി കളഞ്ഞു. അപ്പോൾ യെസ്, അത് നല്ലൊരു ചോയ്സാണ്. എക്സ്പീരിയൻസ് വേണ്ട, അത് ഭയങ്കര അടിപൊളി ഒരു ചോയ്സായിരുന്നു. പിന്നെ അധികം പേര് ജർമ്മനി ചൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണേലും അധികം പേര് വന്ന് അങ്ങ് ഫുള്ളി മലയാളീസ് ഒന്നും ആയിട്ടില്ല. അപ്പം എന്ത് ട്രസ്റ്റ് ചെയ്യണം, എവിടെ കൊടുക്കണം, എത്ര നാളെടുക്കണമെന്നും അറിയില്ലായിരുന്നു. ഞാൻ കൊടുത്ത സമയത്ത് എനിക്ക് 6 months എടുത്തായിരുന്നു പ്രോസസ്സിങ്ങിന് മാത്രം, എന്നുവെച്ചാൽ ബഷേഡ് കയ്യിൽ കിട്ടാൻ വേണ്ടി മാത്രം. സോ ഞാൻ ജർമ്മനി ചൂസ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ മാം, ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ വീണ്ടും ഒന്നുകൂടെ വെൽക്കം ചെയ്യുകയാണ്. കാരണം നമ്മളൊരു നാട്ടിൽ നിന്ന് ജോലിയെല്ലാം വെക്കേഷൻ പീരീഡിൽ വരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് സ്പേസിലോട്ട് പോകാനും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ വിളിച്ചപ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ച് തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് മാം ഇവിടെ എത്തി തരുന്നത്. ഫസ്റ്റ് മാമിനെ ഞാൻ പരിചയപ്പെടുത്തി, മാമിന് ഒരു അവസരം തരികയാണ് മാമിന് സെൽഫായിട്ടൊന്ന് പരിചയപ്പെടുത്താനായിട്ട്. സോ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്, ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വളരെ സന്തോഷം. ഹായ് സേഴ്സ്, എൻ്റെ പേര് ടിനു വൈജു. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ഇപ്പം ഞാൻ സെറ്റിൽ അയക്കുന്നത് ജർമ്മനിയിലാണ്, പക്ഷേ എൻ്റെ നാട് ആലപ്പുഴയിലാണ്. എന്നെ കല്യാണം കഴിപ്പിച്ചേക്കുന്നത് കൊല്ലത്താണ്. സോ ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് പറയാം. എനിക്ക് 28 years ഉണ്ട്. ഞാനൊരു 6 years ആയിട്ട് ജർമ്മനിയിലാണ്. സിറ്റിസൺ അല്ല, എൻ്റെ ഹസ്ബൻഡ് സിറ്റിസൺ ആണ്. അതുകൊണ്ട് ഒരാൾ സിറ്റിസൺ എടുക്കുന്നുള്ളതെന്ന് തീരുമാനിച്ചതാണ്. നാച്ചുറലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സിറ്റിസൺ ആണോ, ബിക്കോസ് നമുക്ക് നമ്മുടേതായ ഫാമിലിയുടെ ഒരു ഡിസിഷനായിരുന്നു സിറ്റിസൺഷിപ്പ് എടുക്കുന്നില്ല. ബിക്കോസ് നമുക്ക് പ്രോപ്പർട്ടി കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരാളെ സിറ്റിസൺ ആവുന്നുള്ളൂ, ഒരാളായില്ല. പിന്നെ എന്താണ്, കുഞ്ഞിന് 3 years ആണ്. കുഞ്ഞ് അവിടെ ആയിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. ഞാൻ എൻ്റെ 22 years കഴിഞ്ഞപ്പോൾ ജർമ്മനി പോയതാണ്. നഴ്സിംഗ് കഴിഞ്ഞു, എക്സ്പീരിയൻസ് ഒന്നും എടുത്തിട്ടില്ല. നേരെ ആദ്യം ഒരു IELTS ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ പൊട്ടിപ്പോയി, നടന്നില്ല, പാളിപ്പോയതുകൊണ്ട് നേരെ ജർമ്മൻ എടുത്ത്. അതെന്തോ കറക്റ്റായിട്ട് എല്ലാം പ്രോപ്പർ വേയിൽ വന്നു. B1 B2 എന്താണേലും എല്ലാം ഒറ്റയടിക്ക് എല്ലാം 4 modules ക്ലിയർ ചെയ്തു. നേരെ ജർമ്മനി പോയി. ഒരു ചെറിയ ലാഗ് വന്നായിരുന്നു, അത് കൊറോണ കാരണം കുറച്ച് ലാഗ് വന്നു. സോ ഇപ്പോൾ അവിടെ പോയി. ആദ്യം ഞാൻ നോർമൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഓഫ്താൽമോളജിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനായിട്ട് തിരഞ്ഞെടുത്തതായിരുന്നു. വെച്ചാൽ എനിക്ക് ഞാനിപ്പോൾ കുറച്ച് വണ്ണമൊക്കെ വെച്ചിരിക്കുന്നുണ്ടെങ്കിലും ചെല്ലുന്ന സമയത്ത് ഞാൻ ഭയങ്കര ലീനായിരുന്നു, ഒട്ടും ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് പേഷ്യൻ്റ് കെയർ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്വയമായിട്ട് ചൂസ് ചെയ്തത്, ഞാൻ റിസർച്ച് ചെയ്തിട്ട് ചൂസ് ചെയ്തതായിരുന്നു. കാരണം അവിടെ കൂടുതൽ നമ്മൾ ബേസിക് കെയർസ് ആണല്ലോ. അപ്പം നമുക്ക് കുറച്ച് സ്ട്രെങ്ത് വേണം ആൾക്കാരെ നോക്കാനുണ്ടെങ്കിൽ. അപ്പം ഓഫ്താൽമോളജി ആകുമ്പോൾ നമുക്ക് ഫിസിക്കലി ഉള്ള ടാസ്കസ് കുറവായതുകൊണ്ട് ഞാൻ ഓഫ്താൽമോളജി ആയിരുന്നു ചൂസ് ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് ഫാമിലിയൊക്കെ സെറ്റിൽ ആയപ്പോൾ ഇപ്പോൾ MF എന്ന് പറയും, ഡോക്ടേഴ്സ് അസിസ്റ്റൻ്റായിട്ട് ഞാൻ ചേഞ്ച് ചെയ്തു. അതിപ്പം ലാസ്റ്റ് ഒക്ടോബറിലാണ് MF ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പം അതിൻ്റെ പ്രൊബേഷനൊക്കെ കഴിഞ്ഞു. സോ വെക്കേഷന് യെസ് മാം, നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ? കാരണം അവർക്ക് ആഗ്രഹമുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് മാമിന് ആദ്യമായിട്ടാണല്ലോ ഒരു നേരിട്ടൊരു അവസരം കിട്ടുന്നത് തന്നെ ഇങ്ങനെ അടുത്തിരുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ. സോ മാമിൻ്റെ ആ ഒരു ടൈമിൽ, ദാറ്റ് മീൻസ് ഐ തിങ്ക് 2019 അല്ലേ, ആ ഒരു ടൈമിൽ എന്തായിരുന്നു ജർമ്മനിയിൽ അല്ലെങ്കിൽ ജർമ്മൻ അന്നും ഇതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ മാം ആ കൺട്രി ചൂസ് ചെയ്തത്? ദാറ്റ് മീൻസ് എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ UK കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഹൈലൈറ്റഡ് ആയിരുന്ന സമയം തോന്നുന്നു. സോ വൈ ജർമ്മനി ആ ഒരു ടൈമിൽ? ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IELTS തന്നെയാണ് ചൂസ് ചെയ്തത്. യൂഷ്വലി എല്ലാ നഴ്സുമാർ തിരിക്കുന്ന പോലെ IELTS എഴുതുക, UK പോവുക ഓർ ഓസ്ട്രേലിയ എന്നൊരു രീതിയിലായിരുന്നു നിന്നത്. പക്ഷെ ഞാൻ IELTS പോയ സമയത്ത് ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്, പക്ഷേ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. പക്ഷേ എനിക്ക് CBSE ICSE ആയിട്ട് കോമ്പീറ്റ് ചെയ്തപ്പം IELTS ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എല്ലാവരും CBSE ICSE. അപ്പം ആ ഒരു കോമ്പറ്റീഷൻ എനിക്ക് അങ്ങോട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സ്പീക്കിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും അവരുടെ ഒരു മാർക്ക് വെച്ചാൽ നമുക്ക് 7 വേണമായിരുന്നു, ഇൻഡിവിജ്വലി ഓവറോൾ 7 വേണമായിരുന്നു. അപ്പം 6.5 മുകളിലോട്ട് വരുന്നില്ലായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കര പോയിന്റ്സും. അപ്പം അതെന്നെ ഭയങ്കരമായിട്ട് ഇൻഡിവിജ്വൽ മെൻ്റലി അങ്ങ് തളർത്തി കളഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യും വെച്ചാൽ, ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസിന് പോയിട്ടില്ല, വീട്ടിൽ വാശി പിടിച്ച് IELTS പോയി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അർത്ഥം നിന്നപ്പോൾ എൻ്റെ ഒരു കസിൻ ജർമ്മനിയിലുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, നീ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ മതി, എക്സ്പീരിയൻസ് വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഇത് പുതിയൊരു ലാംഗ്വേജ് ആയതുകൊണ്ട് കൂടെ കോമ്പീറ്റ് ചെയ്യുന്നവർ നിന്നെ പോലെ തന്നെ ആയിരിക്കും. ഫ്രം ദി ബേസ് പഠിക്കുവാണല്ലോ. IELTS ഞാൻ ഫേസ് ചെയ്ത് എൻ്റെ കൂടെ ഉള്ളവർ പഠിച്ച സിലബസ് വ്യത്യാസമുള്ളതുകൊണ്ടും പിന്നെ ദുബായ് പോലുള്ള സ്ഥലത്തു നിന്ന് വന്ന പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പം അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷ് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു എൻ്റെ നിന്ന്. അപ്പം
ഇത് പുതിയ ലാംഗ്വേജ് ഫ്രം ദ ബേസ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുക ഫ്രം ABC തൊട്ട് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നവർ ജർമ്മൻ പഠിക്കുന്നുണ്ട് അവർക്ക് അറിയാമായിരിക്കുമല്ലോ ഫ്രം ദ ബേസ് നമ്മൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുക അപ്പം കോമ്പറ്റീഷൻ ഭയങ്കര കുറവാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ യെസ് അത് നല്ലൊരു ചോയ്സാണ് എക്സ്പീരിയൻസ് വേണ്ട അത് ഭയങ്കര അടിപൊളി ഒരു ചോയ്സ് ആയിരുന്നു പിന്നെ അധികം പേര് ജർമ്മനി ചൂസ് ചെയ്തിട്ടില്ല ഇപ്പോഴാണേലും അധികം പേര് വന്ന് അങ്ങ് ഫുള്ളി മലയാളീസ് ഒന്നും ആയിട്ടില്ല അപ്പം നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി അപ്പം പിന്നെയും പുള്ളിക്കാരൻ ഓൾറെഡി അവിടെ മാസ്റ്റേഴ്സ് പഠിക്കുന്നു പുള്ളിയും പറഞ്ഞു ഫ്യൂച്ചറിലാണേലും ഒരു സ്റ്റഡീസിനാണേലും അല്ലെങ്കിൽ ഒരു നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് പറ്റിയൊരു സ്ഥലമാണ് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെതായ രീതിയിൽ റിസർച്ച് നടത്തിയപ്പം റൈറ്റാണ് സോ ഞാൻ ജർമ്മനി ചൂസ് ചെയ്തു യെസ് സോ മാം ആ ഒരു ടൈമിലാണെങ്കിലും പൊതുവേ ഇപ്പോൾ ജർമ്മൻ എന്ന് പറയുമ്പോൾ ലെവൽസ് പല രീതിയിലുണ്ട് A1 A2 B1 B2 മാമിന് ഏറ്റവും കൂടുതൽ ടഫായിട്ട് ഫീൽ ചെയ്ത ലെവൽ ഏതായിരുന്നു ദാറ്റ് മീൻസ് അത് എന്തുകൊണ്ടായിരുന്നു അത് അത്രയും ഫീൽ ചെയ്യാനുള്ള റീസൺ അത് നമ്മുടെ ഒരു തുടക്കത്തിലുള്ള ഒരു നോളജിൻ്റെ ഇതാണോ ദാറ്റ് മീൻസ് അത് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വലായിട്ട് അങ്ങനെ തോന്നാറുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പഠിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് A1 ആയിരിക്കും കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഉണ്ടാവുക എല്ലാവരും അങ്ങനെ പറയാറുണ്ട് പല പല ലെവൽസാണ് അക്കോർഡിംഗ് ടു ഹ്യൂമൻ ബീൻ മാറാറുണ്ട് എന്നാലും പൊതുവേ ഞാൻ കേട്ടിട്ടുള്ളത് എല്ലാവർക്കും B1 ഓർ B2 ആയിരിക്കും പാടെന്ന് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് A1 ആയിരുന്നു പാട് ഞാൻ ആദ്യമായിട്ടൊരു ലാംഗ്വേജാണ് പിന്നെ അതിൽ ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് വെച്ചാൽ എന്നെ പഠിപ്പിച്ച സാറ് പുള്ളി മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ റെഡി അല്ലായിരുന്നു പുള്ളി ജർമ്മൻ പഠിപ്പിക്കുന്നു ജർമ്മനി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു പോകുന്നു അപ്പം അതിൻ്റെതായ ഒരു നമ്മൾ അപ്പം ആ ഒരു സമയത്ത് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് പഠിക്കേണ്ട നമ്മൾ 4 മണിക്കൂർ എഫേർട്ട് ഇടേണ്ട വരുമായിരുന്നു ആ ഒരു സമയമായിരുന്നു കുറച്ചും കൂടെ പാടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഒരു ട്രാക്കിൽ വന്നല്ലോ ഓൾറെഡി നമ്മൾ തന്നെ ആദ്യമേ തൊട്ട് പഠിക്കാൻ തുടങ്ങിയതുകൊണ്ട് B1 B2 ഒക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു യെസ് സോ അതുപോലെ തന്നെ മാം അന്ന് ഈ പ്രോസസ്സിങ്ങിൻ്റെ സപ്പോർട്ട് ഇന്ന് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ ഈസിയർ ആയിരുന്നോ അതോ ടഫായിരുന്നോ ആഫ്റ്റർ B2 ശേഷമുള്ള കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ടഫായിരുന്നു കുറച്ചും കൂടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറവായിരുന്നു കുറച്ചും കൂടെ ആൾക്കാരെ കണക്ട് ചെയ്യാനുള്ള അവൈലബിലിറ്റി കുറവായിരുന്നു ഇപ്പോഴാണെങ്കിലും നമുക്ക് ഇൻസ്റ്റാഗ്രാം എടുത്താൽ ഇഷ്ടം പോലെ പേരുണ്ട് വീഡിയോ ചെയ്യുന്നത് ലിങ്ക്ഡിൻ എടുത്താലും കണക്ട് ചെയ്യാൻ ഇഷ്ടം പോലെ പേരുണ്ട് അന്ന് ഉണ്ട് പക്ഷെ മലയാളീസ് ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു നമ്മൾ എന്ത് ട്രസ്റ്റ് ചെയ്യണം എവിടെ കൊടുക്കണം എത്ര നാളെടുക്കണം ഒന്നും അറിയില്ലായിരുന്നു ഞാൻ കൊടുത്ത സമയത്ത് എനിക്ക് 6 months എടുത്തായിരുന്നു പ്രോസസ്സിങ്ങിന് മാത്രം എന്നുവെച്ചാൽ ബെഷേഡ് കയ്യിൽ കിട്ടാൻ വേണ്ടി മാത്രം പക്ഷേ ഇപ്പോൾ അത് ചില സ്റ്റേറ്റ്സിൽ ചേഞ്ചസ് ഉണ്ട് മിക്ക സ്റ്റേറ്റിനും 3 to 6 months ആയി അന്ന് കറക്റ്റ് 6 month കറക്റ്റ് 6 monthൻ്റെ അന്നേ നമുക്ക് ബെഷേഡ് വരത്തുള്ളായിരുന്നു അപ്പം അന്ന് കുറച്ചും കൂടെ ടഫായിരുന്നു നമ്മൾ എന്ത് ചെയ്യണം എവിടെ കൊടുക്കണം എത്ര നാൾ കഴിഞ്ഞ് വരും ഇതൊന്നും കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിരിക്കും അവിടെ മെയിൽ അയക്കുന്നത് നമുക്ക് ചിലപ്പോൾ ആഴ്ചകളും ദിവസങ്ങളും വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു റിപ്ലൈ വരുന്നത് സോ ഇപ്പോൾ കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി കൂടി നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ആൾക്കാർ വന്നു സോ കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് യെസ് സോ അതുപോലെ തന്നെ മാം അന്നേരം പോകുന്ന സമയത്ത് മാമിൻ്റെ ഫാമിലിയിൽ മാമിന് ഫുൾ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുള്ള ആരായിരുന്നു ജർമ്മൻ പഠിക്കണം അവിടെ എത്തണം അത് മാമിൻ്റെ ഒരു സെൽഫ് ഡിസിഷന് പുറമെ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല ഐ തിങ്ക് ഇന്നത്തെ ഒരു ജനറേഷന് ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇന്ന് കുറേയധികം ആൾക്കാർ UK പോയി കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും പല കൺട്രീസിൽ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ഓക്കെ അപ്പോൾ ആ ഒരു തീരുമാനമാണ് എന്നാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ മനസ്സിൽ വിടണോ പുറത്തോട്ട് വിടണോ സോ ആ ഒരു തീരുമാനം ഓവർക്രോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടുതൽ മാമിൻ്റെ ഒപ്പത്തിൽ നിന്ന് ആരായിരുന്നു എനിക്ക് ടു ബി ഹോണസ്റ്റ് അങ്ങനെ അറിയില്ലായിരുന്നു ഞാൻ ഒറ്റക്കുട്ടിയാണ് സിബ്ലിങ്സ് ഒന്നും ഇല്ല പിന്നെ എൻ്റെ ഒറ്റക്കുട്ടിയുടെ ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തോട്ട് വിടണം എന്നൊന്നും ആർക്കും താല്പര്യമില്ലായിരുന്നു ഞാൻ തന്നെ ഫൈറ്റ് ചെയ്ത് ഞാൻ തന്നെ സ്ട്രഗിൾ ചെയ്താണ് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ വീട്ടിലെ സിറ്റുവേഷൻസ് കുറച്ച് മെച്ചപ്പെടുത്തണമെന്ന് തോന്നുന്നല്ലോ ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാം സോ അതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത ഡിസിഷൻ നാട്ടിൽ നിന്നാൽ ഞാൻ 10 വർഷം കൊണ്ട് അച്ചീവ് ചെയ്തത് ജർമ്മനി പോയി 1 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാന്നുള്ള എന്നെ സ്വന്തമുള്ളൊരു സെൽഫ് അനലൈസിങ് ആണ് ഞാൻ എത്തിയത് തീരുമാനത്തിലൂടെ എത്തിയത് അല്ലേ അതുപോലെ തന്നെ മാം പോയിട്ട് ഒരു 6 years ആയിട്ടുണ്ടല്ലോ മാം ചെല്ലുന്ന സമയത്ത് ഉണ്ടാവുന്ന ജർമ്മനിയിൽ ഉണ്ടാവുന്ന ക്രൈറ്റീരിയാസ് സാലറി പാക്കേജ് പിന്നെ അവിടുത്തെ കൾച്ചർ കാര്യങ്ങളെല്ലാം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു 6 years മാമിന് ഫീൽ ചെയ്തിട്ടുണ്ടോ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഫീൽ ചെയ്തിട്ടുണ്ടോ മാമിന് ഉണ്ട് ഇപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് ബേസിക് സാലറി കുറച്ച് കുറവായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഒരു 3 സ്ട്രൈക്കോളം ജർമ്മനി നടന്നിട്ടുണ്ട് സോ അതുകൊണ്ട് അതിൻ്റെതായ ബേസിക് സാലറി ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ 50,000 രൂപയോളം ബേസിക് സാലറി തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട് കൾച്ചറൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ കൾച്ചറലി അഡാപ്റ്റ് ആയെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം എന്നോട് 10:45 എത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെയും 10:45 എത്തണം എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് ഞാൻ വന്നു വെച്ചാൽ ഭയങ്കര ഇംഗ്ലീഷ് പഞ്ച്വലായി എന്നുവെച്ചാൽ ഒരു മിനിറ്റ് ലേറ്റ് ആവുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഭയങ്കര മെൻ്റലി ബുദ്ധിമുട്ടായി തുടങ്ങി പിന്നെ ഒരു കാര്യം ഭയങ്കര ഒരു കാര്യം പറഞ്ഞാൽ അത് മാറ്റി പറയാതിരിക്കുക
എന്നുവെച്ചാൽ അവരുടെ ജർമ്മൻസിൻ്റെ ട്രസ്റ്റ് പ്രോസസ്സ് ഭയങ്കരമായിട്ട്. ഇപ്പോൾ അവിടെ ഒരു പാർക്കിംഗ്, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ സെക്യൂരിറ്റീസ് പാർക്കിംഗ് ചെയ്യാനായിട്ട് ആൾക്കാരൊന്നുമില്ല. നമ്മൾ പാർക്ക് ചെയ്യാൻ മെഷീനിൽ നിന്ന് സ്ലോട്ട് എടുക്കുക, കാര്യം തീർക്കുക. പക്ഷേ അതൊരു ട്രസ്റ്റാണ്. അവർ വരുന്നവർ മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുക്കും എന്നുള്ളൊരു ട്രസ്റ്റാണ്. സോ ആ ഒരു ട്രസ്റ്റ് പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഉണ്ട്. ഓക്കെ. സോ അതുപോലെ തന്നെ മാം, ഏറ്റവും കൂടുതൽ ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. എപ്പോഴും നമുക്കൊരു അതർ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു അവിടുത്തെ ആൾക്കാർ എങ്ങനെ നമ്മുടെ അടുത്ത് പെരുമാറും, സപ്പോർട്ടീവായിട്ട് പെരുമാറുമോ, അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് മാമിനോട് ഫേസ് ചെയ്തിട്ടുണ്ടോ എത്തിയ സമയത്തൊക്കെ? എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഫേസ് ചെയ്തിട്ടില്ല. ബിക്കോസ് അവർക്ക് അറിയായിരുന്നു ഞാൻ പുറത്തുനിന്ന് വരുന്നതാണ്, എനിക്ക് കൾച്ചറൽ പ്രശ്നമുണ്ട്, ലാംഗ്വേജ് പ്രശ്നമുണ്ടെന്നെല്ലാം അറിയാം. അവർ എന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മാക്സിമം ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് മെഡിക്കൽ ജർമ്മൻ അറിയത്തില്ലായിരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, മാക്സിമം എൻ്റെ കൂടെ നിന്ന് മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. ആഫ്റ്റർ സം ടൈം പക്ഷേ ഞാൻ പുറത്തിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആദ്യം ചെന്ന സമയത്ത് ഞാൻ നിന്ന സ്ഥലത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷെ ഞാൻ അതിന് ഫൈറ്റ് ചെയ്യാനൊന്നുമില്ല. നമുക്ക് അടുത്ത ഓപ്ഷൻ ഉണ്ട്, നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോകണം. സോ ഞാൻ അടുത്ത സ്ഥലം മാറി, ഞാൻ അടുത്ത വീട് കണ്ടുപിടിച്ച് അവിടെ നിന്ന് മാറിപ്പോയി. സോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എൻ്റെ കൊളീഗ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭാഷയാണേലും ആ കൾച്ചറായിട്ട് അഡാപ്റ്റ് ആവുന്നതിലും. സോ എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. സോ അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് കുറേ കൂടെ നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും കംഫർട്ടബിൾ ആക്കാനും അല്ലെങ്കിൽ നമ്മളെ അവിടെ നിലനിർത്താനും അവർ കുറേ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ത്യൻസിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ അവിടെ? എല്ലാ കൺട്രി വരുന്ന ആൾക്കാർക്കും ഒരുപോലുള്ളൊരു റിസീവിങ് ആണോ? ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാര്യങ്ങളായിട്ട് ഒരു റിസീവിങ് കാര്യങ്ങൾ എന്തെങ്കിലും മാമിന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് തിങ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നമ്മുടെ ഫ്രണ്ട് ആവണമെങ്കിൽ അവർക്ക് കുറേ ടൈം എടുക്കും. ഒരു 2-3 ഇയർ എടുത്താലേ അവരൊരാളെ ഫ്രണ്ട് ആക്കത്തുള്ളൂ. നമ്മളുടെ പോലെ ഹായ് ഹലോ കാണിച്ച് അവർ ഫ്രണ്ട് ആകത്തില്ല. ഹായ് ഹലോ കാണിച്ച് അത് അവിടെ തീർന്നു. പക്ഷേ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ അവരുടെ കൾച്ചറിൽ അഡാപ്റ്റ് ചെയ്യാനും. നമ്മൾ അവരുടെ ഒപ്പം ജോലി ചെയ്യുന്നവരാണ്, അവരുടെ ഒപ്പം നമ്മൾ ജോലി ചെയ്യണമെന്നുണ്ട്. വെച്ചാൽ ഇവിടുത്തെ ഒരു സീനിയോറിറ്റി ഈഗോ ഒന്നും അവിടെ ഇല്ല. വെച്ചാൽ നമ്മൾ ചെന്ന് കയറുന്നവരാണെങ്കിലും ഒരു മന്തിനുള്ളിൽ അവരുടെ ഒപ്പം നിന്ന് ജോലി ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി അവർ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇന്ത്യൻസിന് വെച്ചാൽ ഇന്ത്യൻസിന് അവർക്ക് പ്രത്യേക ഇഷ്ടമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർ ഭയങ്കരമായിട്ട് ബോളിവുഡ് സിനിമയൊക്കെ കാണുന്നവർ. അവർ എപ്പോഴും വന്ന് ചോദിക്കും ഈ പൊട്ടിൻ്റെ കാര്യം, ബിന്ദിയുടെ കാര്യം, അതുപോലെ ഹൃതിക് റോഷൻ്റെ കാര്യം. വെച്ചാൽ അവർക്ക് വെച്ചാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ കുറച്ചുകൂടെ നമ്മൾ പാവങ്ങളാണെന്നൊരു ചിന്തയുള്ളൂ. പക്ഷേ ടു ബി ഹോണസ്റ്റ് ഇന്ത്യൻസ് കുറച്ചുകൂടെ പാവങ്ങളാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ കാട്ടിലും കുറച്ചും കൂടെ നമ്മൾ പൊളൈറ്റാണ്. നമുക്ക് ഭയങ്കര ആതിഥ്യ മര്യാദ കുറച്ച് കൂടുതലുള്ളവർ. അപ്പം അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മളായിട്ടാ പറയുന്നത്, കൈയടിക്കട്ടോ. ഓക്കെ. സോ മാം, അവിടെ ഇപ്പം പൊതുവെ ഇവരെല്ലാവരും A1 A2 B1 ലെവലിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണ്. സോ ഇവർക്ക് കോമൺലി തോന്നുന്നൊരു ഡൗട്ടുണ്ട്, ചിലപ്പോൾ ഒരു സാഹചര്യത്തിലൊക്കെ B1 കഴിഞ്ഞ ആൾക്കാർ അവിടെ പോകുന്നുണ്ട്. ടു ബി ഹോണസ്റ്റ്, നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു B2 ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ട് ഇവിടുന്ന് അക്വയർ ചെയ്ത് പോകുന്നതാണോ ഏറ്റവും ബെറ്റർ ചോയ്സ്? ഏറ്റവും ബെറ്റർ ചോയ്സ് അത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മുട്ടർസ്പ്രാഹ എന്ന് പറയുന്നത് C2 ആണ്. C2 എത്തിയാലും നമുക്ക് ആ ഒരു ഔഷ്പ്രാഹ ശരിയാവണമെന്നില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. അതും ഡയലക്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ B1 വെച്ച് പോകുക എന്ന് പറയുന്നത്, B1-ൻ്റെ ഒരു ലെവൽ ഓഫ് ഇതെന്ന് പറയുന്നത് ഒരു 10ാം ക്ലാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഇപ്പം എഞ്ചിനീയറിംഗ് ജോലി ചെയ്യാൻ പോകുന്ന ആൾ 10ാം ക്ലാസ്സിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സർവൈവ് ആവാൻ പറ്റത്തില്ല. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നിയാലും പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയത്തില്ല. ഇപ്പോൾ B1-ലാണെങ്കിലും നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള വൊക്കാബ്സേ പഠിക്കുന്നുള്ളൂ. സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കണക്റ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ വളരെ ബേസിക് ആണ് പഠിക്കുന്നത്. ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ B2 ഒക്കെ എത്തുമ്പോഴാണെങ്കിലും നമുക്ക് അവർ പറയുന്നത് ഭയങ്കരമായിട്ട് മനസ്സിലാകത്തേ ഉള്ളൂ. അവരെ പോലെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ C2 ഒക്കെ എത്തണം. പക്ഷേ ഈ B2 വരെയെങ്കിലും എത്തിയാലേ അവർ ഭയങ്കര സ്പീഡാണ്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സ്പീഡായിരിക്കും, അവർ ഭയങ്കര സ്പീഡാണ്. അപ്പം നമുക്കത് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു B2 എങ്കിലും എത്തിയില്ലെങ്കിൽ പിന്നെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് B2 വേണം. B2 ഉണ്ടെങ്കിലേ നമുക്ക് ഉർക്കുണ്ട എന്ന് പറയും. ഉർക്കുണ്ട എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് B2 സർട്ടിഫിക്കറ്റ് വേണം. സോ ഇവിടുന്ന് B1 കഴിഞ്ഞ് പോവുകയാണെങ്കിൽ അവിടെ പോയി നമ്മൾ ആദ്യത്തെ ഒരു 6 മന്ത് ഈ കൾച്ചറൽ അഡാപ്റ്റേഷൻ, ലാംഗ്വേജ് പഠിത്തം, കൊളീഗ്സ് ആയിട്ടുള്ള ഇത്, പിന്നെ മഞ്ഞുകാലത്ത് പോവുകയാണെങ്കിൽ മഞ്ഞായിട്ടുള്ളൊരു യുദ്ധം, ഇതെല്ലാത്തിൻ്റെയും കൂടെ ഇടയ്ക്ക് ലാംഗ്വേജും കൂടെ പഠിക്കുക എന്ന് പറയുന്ന യുദ്ധമാണ്. സോ പിന്നെ കുക്ക് ചെയ്യണം. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് കുക്ക് ചെയ്യുന്നതായിരുന്നു വെച്ചാൽ, ഞാൻ വളരെ ചെറുതല്ല 10-21 വയസ്സുള്ളപ്പോൾ പോയതാണെങ്കിലും ഞാൻ ഹോസ്റ്റലിൽ നിന്നതൊക്കെ കൊണ്ട് ഞാൻ കുക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പം എന്നെ സംബന്ധിച്ച്
കുക്ക് ചെയ്യാന്ന് പറയുന്ന ടാസ്ക് ആയിരുന്നു. അപ്പം അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണവും കൂടെ ആകുമ്പം B2 പഠിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി അവിടുത്തതായ ഒരു ഡയലക്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ജർമ്മൻ ഒക്കെ പഠിക്കണം, നമ്മുടെ വാർഡിലെ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭാഷയും കൂടെ ഇപ്പോൾ B1 തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാൻ നിങ്ങൾ നല്ല എഫേർട്ട് ഇടുന്നുണ്ടായിരിക്കും. ചിലവർ 2 to 4 hours വരെയൊക്കെ എഫേർട്ട് ഇടുന്നുണ്ടാവും. ഇതിൻ്റെ ഡബിൾ എഫേർട്ട് അവിടെ ചെന്ന് നമ്മുടേതായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇടുക എന്ന് പറയുന്നത് പറ്റും. പക്ഷേ അത്രയ്ക്ക് പോസിബിൾ അല്ല. നമ്മൾ ഏറ്റവും കംഫർട്ടായിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ പുതിയൊരു രാജ്യം, പുതിയ കൾച്ചർ, പുതിയ ആൾക്കാർ. അപ്പം നമ്മൾ ബി പ്രിപ്പയർഡ് ആയിട്ട് പോവുക. യെസ്. സോ അതുപോലെ തന്നെ മാം, നോർമലി ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവർക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം, ഹോസ്പിറ്റലിൽ എത്തുന്ന ആദ്യത്തെ ദിവസം. മാമിനത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? മാമിൻ്റെ 6 years മുമ്പുള്ള ആ ഒരു ഫസ്റ്റ് ഡേ? തീർച്ചയായിട്ടും മറക്കാൻ പറ്റത്തില്ല. സോ ഞാൻ ചെല്ലുന്ന ദിവസം എനിക്ക് അറിയില്ല, അവിടെ നമ്മൾ എല്ലാവരുടെ അടുത്തും പോയി ഗുഡ് മോർണിംഗ് പറയണം, എല്ലാവരുടെ അടുത്തും പോയി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ ഡോക്ടേഴ്സ് തൊട്ട് അവിടെ ഫുഡ് സെർവ് ചെയ്യുന്ന ആളുടെ തൊട്ട് എല്ലാവരുടെ അടുത്തും പോയി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പേഷ്യൻസിൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ, നമ്മളത് നഴ്സിംഗ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു കൾച്ചറുണ്ട്, ഇങ്ങനൊരു പ്രോസസ്സുണ്ട്. ഇതിന് വേണ്ടി ഞാൻ ഹോസ്റ്റലിലും ഇതിങ്ങനെ കാണാതെ പഠിച്ചു വെച്ചേക്കുമല്ലേ. അല്ലാതെ അവിടെ ചെന്ന് ഹായ് ich bin Dino, ich bin die neue Schwester ഇത്രയും പറഞ്ഞാൽ മതി. പക്ഷേ ഇത് പഠിച്ചു വെച്ചിട്ടില്ല. സോ അതിൻ്റെതായ ഒരു പ്രശ്നം ഫസ്റ്റ് ഡേ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, ich bin Dino, ich komme aus Indien എന്നും പറഞ്ഞ് ഞാൻ തുടങ്ങി. അപ്പം എന്ത് പ്രശ്നമുണ്ടോ, അത് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചത് തന്നെ മനസ്സിലായത് പിന്നെ കുറേ നാളെ ചോദിച്ചു. ഞാനായിരുന്നു ഫസ്റ്റ് മലയാളി, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. സോ അത് ഞാൻ മറക്കില്ല. ബി പ്രിപ്പയർഡ്. മാം മറക്കില്ല. സോ മാം അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം അപ്പാർട്ട് ഫ്രം സാലറി, ഇവിടുന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് നഴ്സുമാർക്ക് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി വിസ, അതുപോലെ തന്നെ കുട്ടികളുടെ ബെനഫിറ്റ്സ്, സംതിങ് ലൈക്ക് അന്നത്തെ കാലത്ത് ഇത് കേൾക്കുമ്പോൾ മാമിന് ഭയങ്കര വണ്ടറായിട്ടും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ഉള്ളതാണോ? ദാറ്റ് മീൻസ് ആ റിയാലിറ്റി ഇപ്പോഴും കുറേ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, ദാറ്റ് മീൻസ് അത് ലൈവ് ആണോ ഇല്ലയെന്നൊക്കെ അറിയാനായിട്ടുള്ളൊരു തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഇപ്പം ഈ കുട്ടികൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ഇപ്പം കുട്ടികൾക്ക് 250 euros പെർ മന്ത് കിട്ടും. എന്ന് വെച്ചാൽ 25,000 അറൗണ്ട്. അത് അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞാൽ ആരവിടെ ചെന്നാലും കിട്ടും, വിസ ഒന്നും നോക്കത്തില്ല. ഇവ എന്തോ അസൈലം സീക്കേഴ്സിനാണെങ്കിൽ പോലും ആ പൈസ കിട്ടും. ഫ്രീ എഡ്യൂക്കേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടിൽ പോസ്റ്റ് ഡോക്ക് വരെ ഫ്രീ എഡ്യൂക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇനി പ്രത്യേക ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഗവൺമെൻറ് സ്കൂളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് മെറിറ്റിൽ കയറുമ്പോഴായിരിക്കും ഫ്രീ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ അവിടെ ജനിച്ച കുട്ടികൾക്കായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫെസിലിറ്റീസ് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് കൊടുക്കുമെന്ന് ഞാൻ ഒട്ടും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇപ്പം അവിടെ ജനിക്കണമെന്നോ അങ്ങനൊന്നുമില്ല. നമ്മളവിടെ ഈ ഡിപ്പെൻഡൻറ്റ് വിസയിലോ എന്ത് വിസയോ വന്നാലും കുട്ടികൾക്ക് സപ്പോർട്ട് ജീവിക്കാനുള്ള പൈസ അവിടുത്തെ ഗവൺമെൻറ് 250 euro കൊടുക്കും. അതുപോലെ തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ടിൽ പോസ്റ്റ് ഡോക്ക് ഫ്രീ എഡ്യൂക്കേഷനാണ്. സോ അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റിനെ ഗവൺമെൻറ് പഠിപ്പിക്കുമായിരുന്നു. വെച്ചാൽ ഇത്രയും നാൾ വരെ ഡിപ്പെൻഡൻറ്റ് ലാംഗ്വേജ് വേണ്ട, ലാംഗ്വേജ് ഇല്ലാതെ വന്നാലും ഡിപ്പെൻഡൻറ്റിന് ഗവൺമെൻറ് ലാംഗ്വേജ് പഠിപ്പിക്കും. ആഫ്റ്റർ ദാറ്റ് ഡിപ്പെൻഡൻറ്റിന് ഇപ്പം SAP പോലത്തെ കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ പൈതം പഠിക്കണം, പ്രോഗ്രാം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. സോ അതിൽ ഏജ് ക്രൈറ്റീരിയ ഒന്നുമില്ല. ഇപ്പം 45 വയസ്സുള്ള ആൾക്കാണെങ്കിലും പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കും. ഒരാളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നേ, പക്ഷേ അവർക്ക് ആ ഗവൺമെൻറ്റിന് ഇവർ വെറുതെ വീട്ടിലിരിക്കുന്ന ഇഷ്ടമില്ല. സോ പഠിപ്പിക്കാനായിട്ട് അവിടുത്തെ ഗവൺമെൻറ് റെഡി. അത് ഫീസ് ഇല്ലാതെ നമ്മൾ പഠിപ്പിക്കും. നമ്മളെ ഇവിടുത്തെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പോലെ അവർ തന്നെ അഗൻഡോ ഫോർ ആർബൈറ്റ് എന്ന് പറയും, അവർ തന്നെ നമ്മളെ പ്ലേസ്ഡ് ആക്കി തരും. നമ്മൾ എഫേർട്ട് ഇടണം, പഠിക്കണം, ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യണം. പക്ഷേ അതെല്ലാം അവർ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചിരുന്നു ഓവർ എക്സാജറേഷനാണ്, തള്ളുവാന്ന്. പക്ഷേ അങ്ങനെയല്ല. അവിടെ ചെന്ന് ചേച്ചിമാരെല്ലാം കണ്ട് കുഞ്ഞുങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു ഫാക്റ്റാണ്. എന്ന് വെച്ചാൽ പിള്ളേർക്ക് കിട്ടുന്ന ഫ്രീ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹസ്ബൻഡ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണെങ്കിലും നമുക്കുള്ള പേഴ്സണൽ ഗ്രോത്ത് ആണെങ്കിലും ഇപ്പം നേഴ്സായിട്ട് തന്നെ നിൽക്കണമെന്നില്ല. ഇപ്പം ഞാൻ ചേഞ്ച് ചെയ്തു, ഞാൻ MFA ആയിട്ട് ചേഞ്ച് ചെയ്തു. എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് അസിസ്റ്റൻ്റ് എന്ന് പറയും എൻ്റെ ഒരു ജോലിക്ക്. സോ അല്ലാതെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് വൈറ്റൽ ബിൽഡും ഫർദർ സ്റ്റഡീസ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. നമ്മളത് പോയി പറയുമ്പോൾ ഇല്ല നീ ഇവിടെ നേഴ്സായിട്ട് വന്നേ പണിയെടുക്കണം എന്നുള്ള വൈബല്ല. നിനക്കത് പഠിക്കാം, ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ജോലി തരാം എന്നാണ് പറയുന്നത്. യെസ്. അതുപോലെ മാം ഇപ്പം നേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു വർക്ക് റൂട്ടീൻ എന്ന് പറഞ്ഞൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും, ഒരു പാറ്റേൺ ആയിരിക്കും. ഡ്യൂട്ടി ഷിഫ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിൽ ഫേസ് ചെയ്യാറുണ്ട്. മാമിനത് എങ്ങനെയായിരുന്നു ജർമ്മനി ചെന്നപ്പോൾ? ദാറ്റ് മീൻസ് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് മാം അവിടുന്ന് ചെന്നത് തന്നെ. പക്ഷേ മാമിന് അറിയാമല്ലോ, ഇവിടുത്തെ കഥകളൊക്കെ അറിയാമല്ലോ. അത് ഇവർക്ക് എങ്ങനെയാണ് മാമിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ദാറ്റ് മീൻസ് അവിടെ എങ്ങനെയാണ് ആ റൂട്ടീൻസ് അവർ ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ?
ഞാൻ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഞാൻ നാട്ടിലാണ് പഠിച്ചത്, ഞാൻ ചേർത്തലയിലാണ് പഠിച്ചത്. അപ്പം എനിക്ക് നാട്ടിലെ ഒരു വർക്കിംഗ് കൾച്ചർ കറക്റ്റായിട്ട് എനിക്കറിയാം. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടും എനിക്കറിയാം. സോ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ആ ഫെട്രാഗ് മീൻസ് കോൺട്രാക്റ്റിൽ നമുക്കൊരു അവേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരാഴ്ച ഇത്ര അവേഴ്സ് വർക്ക് ചെയ്താൽ മതി എന്ന്. ആ കറക്റ്റായിട്ട് ആ അവേഴ്സ് മാത്രം നമ്മൾ വർക്ക് ചെയ്താൽ മതി. നമ്മളിപ്പം എൻ്റെ അവർ എന്ന് പറഞ്ഞാൽ 38.5 ആണ്. ചിലവർക്ക് അത് 40 hours 40 hours മാക്സിമം. സോ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ മൺഡേ ടു ഫ്രൈഡേ ഫെസ്റ്റ് ആയിട്ടല്ല, നഴ്സസ് ആയതുകൊണ്ട് ശനിയും ഞായറും എല്ലാം ഡ്യൂട്ടി വരും. പക്ഷേ ഇവിടുത്തെ പോലെ 4 ശനിയും ഞായറും ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ 3 ശനിയും ഞായറും ഡ്യൂട്ടിയാണ്, അങ്ങനെയല്ല. ഒരു നഴ്സ് ആണെങ്കിൽ 2 ശനിയും ഞായറും വർക്ക് ചെയ്താൽ മതി. 2 ശനിയും ഞായറും കമ്പൽസറി ആയിട്ട് ഓഫ് എടുക്കണം. ഇപ്പം ഈ ശനിയും ഞായറും വർക്ക് ചെയ്യുന്നതിനാണെങ്കിലും നമുക്ക് എക്സ്ട്രാ പേ ആണ്. ഇപ്പം അന്ന് തന്നെ നൈറ്റ് എടുക്കുവാണെങ്കിൽ ഡബിൾ പേ ആണ്. സോ ഈ ശനിയും ഞായറും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും പേയ്മെൻറ്റ് കിട്ടും. അതുപോലെ 2 ശനിയും ഞായറും കമ്പൽസറി ആയിട്ട് ഓഫ് എടുത്തേ പറ്റും. ഇപ്പം നമ്മളായിട്ട് അങ്ങോട്ട് ചെന്ന് ഇല്ല ഞങ്ങൾ വർക്ക് ചെയ്യാം, നമ്മൾ ബില്ലിംഗ് ആണെന്ന് വെച്ചാൽ, ഞാനൊക്കെ സിംഗിൾ ആയിരുന്ന സമയത്ത് ഞാൻ പറയുന്നത് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും പേയ്മെൻറ്റ് കിട്ടുന്നില്ലേ. പക്ഷെ അവരറിയില്ല, നീ റെസ്റ്റ് എടുക്കണം, നിൻ്റെ ബോഡിക്ക് അത് ആവശ്യമാണ്, നിൻ്റെ മെൻ്റൽ ഹെൽത്തിന് അത് ആവശ്യമെന്ന് പറയും. സോ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അതുപോലെ നൈറ്റ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും നൈറ്റ് എക്സ്ട്രാ പേ ആണ്, എപ്പോഴും എക്സ്ട്രാ പേ ആണ്. വെച്ചാൽ നൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 4 നൈറ്റ് ചെയ്താൽ തന്നെ നോർമൽ പേയുടെ കൂടെ €100 എക്സ്ട്രാ കിട്ടും. വെച്ചാൽ ഹോസ്പിറ്റൽ അനുസരിച്ച് വേരി ചെയ്യും. മിനിമം ഒരു €100 കിട്ടും, വെച്ചാൽ 10,000 രൂപ എക്സ്ട്രാ കിട്ടും. സോ ഇതെന്ന് പറയുമ്പം ഞാൻ വിചാരിക്കും 4 നൈറ്റ് ചെയ്താൽ മതിയിരുന്നു. പക്ഷേ അത് കഴിയുമ്പോൾ ഞാൻ പറയും 4 നൈറ്റും കൂടി ഇട്ടത്. അപ്പോൾ അറിയില്ല, മാക്സിമം ചെയ്യിപ്പിക്കുന്ന 5 നൈറ്റൊക്കെയാണ്. ഈ 5 നൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നത്, ഒരു 2 നൈറ്റും പിന്നെ ഒരു 3 നൈറ്റ്. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ അറിയില്ല, ഒറ്റയടിക്ക് അങ്ങ് ചെയ്ത് തീർത്ത് അതനുസരിച്ച് ഓഫ് കിട്ടുമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇന്ന് വെച്ചാൽ ഈ 5 നൈറ്റേക്കുള്ളിൽ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഒരു വാർഡിൽ 23-24 സ്റ്റാഫുണ്ട്. ഈ ഇത്രയും പേർക്ക് ഇവർ ഷിഫ്റ്റ് ഇടണം. എൻ്റെയൊക്കെ ഒരിടയ്ക്ക് 2 നൈറ്റിൽ കൂടുതൽ ഒരു മാസം തരത്തില്ല. സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്, പക്ഷെ ഉള്ളവർക്ക് അതിന് നൈറ്റ് എടുക്കണമെന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് അവർ ഷെഡ്യൂൾ ചെയ്യുന്നത് പ്രോപ്പറാണ്. പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഈ ശനി ഞായറും വർക്ക് ചെയ്യുന്നത് മാത്രമല്ല, ഇത് കൂടാതെ നമുക്ക് പെയ്ഡ് വെക്കേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ വന്നേക്കുന്നത് എൻ്റെ വെക്കേഷനാണ്. നമുക്കത് 30 തൊട്ട് 39 ദിവസം വരെയാണ് നമ്മുടെ വെക്കേഷൻ വരുന്നത്. അതിൽ ശനി ഞായറും കൂട്ടുന്നില്ല, മൺഡേ ടു ഫ്രൈഡേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശനി ഞായറും എക്സ്ട്രാ ബോണസാണ്. ഇപ്പം ഞാൻ 15 ദിവസത്തെ ലീവ് എടുത്തിട്ട് 3 ആഴ്ച വന്നേക്കും. ഈ ശനി ഞായർ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 2 അവധി ഉണ്ട് അവിടെ. സോ ഇതെല്ലാം കൂടെ എടുത്ത് വന്നേക്കുന്നതുകൊണ്ട് ഇതെല്ലാം എനിക്ക് പെയ്ഡാണ്. ഇപ്പം ഞാൻ നാട്ടിൽ വന്നു, ഇതേ സ്ഥാനത്ത് ഈ വെക്കേഷൻ അവിടെ തന്നെ ഇപ്പം നമുക്ക് യൂറോപ്യൻ കൺട്രിയിൽ തന്നെ ട്രാവൽ ചെയ്യാം. ഷെങ്കൻ വിസയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഏത് ഇപ്പം സ്വിറ്റ്സർലൻഡോ ഡെൻമാർക്കോ ഫ്രാൻസോ എവിടെ വേണോ ട്രാവൽ ചെയ്യാം. ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർ തിരക്കത്തില്ല നമ്മൾ എവിടെ പോയി എന്ത് ചെയ്തു, നൈറ്റ് കഴിഞ്ഞു, ഓഫാണ്, നമ്മൾ പണിയെടുക്കാൻ വരാതിരിക്കുക, അതൊന്നും അവരെ സംബന്ധിച്ച് വിഷയമല്ല. അതുപോലെ ഇവിടുത്തെ ഞാൻ കണ്ടിട്ടുള്ള സിക്ക് ആണെങ്കിലും നഴ്സസ് വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ തുമ്മിയാ പറയും വീട്ടിൽ പോകും, ഞങ്ങൾക്കൊക്കെ പനി വരും. വെച്ചാൽ നമുക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി കുറവാണ്. എന്നുവെച്ചാൽ എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് അതൊന്നും അവർക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി ഭയങ്കര കൂടുതൽ. അവർ ആൻറ്റിബയോട്ടിക്സ് ഒന്നും എടുക്കത്തില്ല. അപ്പം നമ്മളൊന്ന് തുമ്മിയാൽ തന്നെ അവർ പറയും വീട്ടിൽ പോക്കോന്ന് പറയും. സോ അതും പെയ്ഡാണ്, സിക്ക് ലീവും പെയ്ഡാണ്. നമ്മൾ 1.5 മാസം വരെ കണ്ടിന്യൂസ് ലീവ് എടുത്താലും നമുക്ക് ഫുൾ സാലറിയാണ്. അത് കഴിഞ്ഞ് 1.5 വർഷം വരെ ലീവ് എടുക്കുക, അത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരും. അത് 65% അറൗണ്ട് നമുക്ക് തരും. സോ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇവിടെ ഇത് കിട്ടില്ല. സോ അവർ കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഫിനാൻഷ്യലി കാട്ടി മെൻ്റൽ ഹെൽത്ത് ആണല്ലേ? തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്ത്, ഫാമിലി ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുക. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടവരാണെങ്കിൽ, ഇപ്പം എനിക്ക് കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ വീക്കെൻഡ്സ് ചെയ്തിട്ടില്ല. എനിക്ക് വീക്കെൻഡ്സ് നൈറ്റ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഓക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്ക് അവർ ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് തിരച്ചെറുതായിരുന്നു, 1 വയസ്സേ ഉള്ളൂ. പക്ഷെ അപ്പം ഇപ്പോൾ ഒരു 5 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും പറ്റില്ല, മാറണമെന്ന് പറയായിരിക്കും. പക്ഷേ ഒരു 5 വയസ്സ് വരെയൊക്കെ നമുക്ക് വീക്കെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നൈറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഗേൾസിന് മാത്രമല്ല കേട്ടോ, ബോയ്സിനും ഇത് ആപ്ലിക്കബിൾ ആണ്. അവർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓക്കെ, എന്നുവെച്ചാൽ വൈഫിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, അവർക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് ഫാമിലി ടൈം എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ നമുക്ക് മെൻ്റൽ ഹെൽത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാകത്തുള്ളൂ. അതനുസരിച്ച് നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അവർ ആ ഒരു ഇതിൽ വളരെയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട്. യെസ്. സോ മാം ഇപ്പോൾ പറഞ്ഞ സമയത്ത് ഇത് ആക്ച്വലി നിങ്ങളെല്ലാവരും കേൾക്കേണ്ട കാര്യം കേട്ടോ. എല്ലാം മാം പറയുന്നതെല്ലാം കേൾക്കണേ. ഓക്കെ. ഞാൻ ഒരിക്കൽ ഒരു മാമിനെ കൗൺസിലിംഗ് ചെയ്യാനായിട്ട് വിളിച്ചു, ജർമ്മനിൻ്റെ പഠിക്കാനായിട്ട്. അപ്പോൾ ആൾ ഓൾറെഡി UAE വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്, ഓൾമോസ്റ്റ് അവിടെ സാലറി പാക്കേജൊക്കെ അത്യാവശ്യം ആൾ സീനിയർ ആയതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു പാക്കേജ് ഉണ്ട്, പിന്നെ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു പൈസ എല്ലാം ഇപ്പോൾ അക്കൗണ്ടിലുണ്ട്, പക്ഷെ എൻ്റെ കുഞ്ഞിനെയും ഹസ്ബൻഡിനെയും കാണാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് ഫുൾ ടൈം വർക്കും കാര്യങ്ങളും തിരക്കൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാകുന്ന കുറേ കണക്ഷൻസിൽ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സീരിയസ്ലി അതൊരു വലിയൊരു കാര്യമല്ലേ ഈ മെൻ്റൽ ഹെൽത്ത്? മാം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഐ തിങ്ക് അതെല്ലാ കൺട്രീസും അങ്ങനെ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം അവരെ സംബന്ധിച്ചൊരു ലേബർ, അവർ മാക്സിമം ഫ്രൂട്ട് എടുക്കുക എന്നുള്ള കാര്യമാണ്.
ബട്ട് ഈ ഒരു ഷിഫ്റ്റ് അവർ എല്ലാ മേഖലയിലും കൊടുക്കുന്നുണ്ടോ അതോ ഈ നഴ്സിംഗ് ഫീൽഡിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യങ്ങളൊക്കെ? ദാറ്റ് മീൻസ് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആക്കാനും അതുപോലെ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ. ഇല്ലില്ല, എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് മെറ്റീരിയൽ പ്ലാനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി വർക്ക് ചെയ്യുന്ന 9 to 5 ജോബാണ്. ഈവൻ ദോ പുള്ളിക്ക് സ്ട്രെസ്സാന്ന് പറഞ്ഞാൽ തന്നെ അവർ പറയും ലീവ് എടുത്തോളാൻ പറയും 2 days. ജസ്റ്റ് ആ ലീവ് എടുക്കണം. ചിലപ്പോൾ സിക്കിലാകുമെന്ന്. ഈവൻ ദോ നമ്മൾ വീട്ടിൽ ഇരിക്കണമെന്നില്ല. സിക്ക് ലീവ് ആണെങ്കിലും നമ്മുടെ നാട്ടിലൊരിതുണ്ട്, സിക്കാണ് വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കണം. അവർക്ക് സിക്കാണെങ്കിലും നമ്മൾ പുറത്തിറങ്ങി പോയാലും നമ്മൾ പുറത്ത് വെച്ച് കണ്ടാലും അവരൊന്നും നമ്മളെ വേണ്ടി ഹായ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. അതിപ്പം സിക്കായിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിപ്പോൾ എല്ലാ ഫീൽഡിലും ഒരിതാണ്. വെച്ചാൽ ജർമ്മനി എന്ന് പറഞ്ഞൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. സോ അവിടെ എന്ന് പറഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസ് അവിടെ വർക്ക് ചെയ്യുന്നവരെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ എംപ്ലോയറിനെ അല്ല എംപ്ലോയീസിനെയാണ് അവർ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അവിടുത്തെ ലോസ് എല്ലാം കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അവിടെ വർക്ക് ചെയ്യുന്നവരെയാണ്. ഓക്കെ മാം. അതുപോലെ തന്നെ മാം, ഇവിടുന്ന് ആദ്യമായിട്ട് പോയ സമയത്ത് മാമിൻ്റെ എക്സ്പീരിയൻസിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ബിൽഡ് ചെയ്യണമല്ലോ. ദാറ്റ് മീൻസ് നമ്മൾ അവിടെ ഒരു 1 yearൽ നമുക്ക് എന്ത് ചലഞ്ചസ് വന്നാലും മേ ബി നമ്മുടെ എംപ്ലോയറിനെക്കാട്ടി കൂടുതലായിട്ട് നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇവർ ആദ്യമായിട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ അങ്ങനെ ബിൽഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ആരായിട്ടായിരിക്കണം കൂടുതൽ അവർ ഇൻട്രാക്ട് ചെയ്യേണ്ടതും അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കേണ്ടത്? നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് സ്റ്റേഷൻ ലൈറ്റർ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് നേഴ്സ് എന്ന് പറയും. ഹെഡ് നേഴ്സ് ആയിരിക്കും നമ്മൾ അതിൻ്റെ മുകളിലും ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള പോയിന്റ് ഓഫ് കോൺടാക്ട് എപ്പോഴും ഹെഡ് നേഴ്സ് ആയിരിക്കും. അവരുമായിട്ട് നമ്മളൊരു കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ലൈഫിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കൊറോണ വന്ന് കിടന്നുപോയി. എന്ന് വെച്ചാൽ വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. കൊറോണയാണ് വന്നത്. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. 14 days ഞാൻ ക്വാറന്റൈൻ ഇരിക്കണം, അല്ല 7 days ക്വാറന്റൈൻ ഇരിക്കണം. സോ ഞാൻ എൻ്റെ വാർഡിൽ വിളിച്ചു പറഞ്ഞു എനിക്ക് ക്വാറന്റൈൻ ആണെന്ന് പറഞ്ഞപ്പം നെക്സ്റ്റ് സെക്കൻഡ് എൻ്റെ ഹെഡ് നേഴ്സ് വിളിച്ചിട്ട് ചോദിച്ചു ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് തരണമെന്ന് വെച്ചാൽ അവർക്കറിയാം എനിക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ല. ആ സമയത്ത് കൊറോണ ഉള്ളതുകൊണ്ട് അവർ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോസറീസ് വാങ്ങിച്ച് എൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് ബെല്ലടിച്ചിട്ട് അവരങ്ങ് പോയി. സോ നമുക്കൊരു പോയിന്റ് ഓഫ് കോൺടാക്ട് എപ്പോഴും ഉള്ളത് നല്ലതാണ്. എപ്പോഴും അത് നമ്മുടെ ഹെഡ് നേഴ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെച്ചാൽ കൊളീഗ്സിനെക്കാട്ടിലും ഉപരി ഹെഡ് നേഴ്സാണ് കൂടുതൽ ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ ഫൈൻ മാം. സോ മാം ഒരു വുമൻ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സെക്യൂരിറ്റി, വുമൻസിന് കൊടുക്കുന്ന ഒരു സ്പേസ് സെക്യൂരിറ്റി മാമിന് എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ മാമിന് അതിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുമോ? ഞാനൊരു കോളേജിൻ്റെ വാതിക്കെ പോയി ഇറങ്ങി കോളേജ് ബസ്സിൽ തിരിച്ച് വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. സോ അത്രയ്ക്ക് ഇതായിട്ട് അത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വിട്ടുകൊണ്ടിരുന്നത് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. സോ ഇന്ന് ഞാൻ ഏത് പാതിരാത്രി ഇറങ്ങി നടന്നാലും എൻ്റെ മമ്മിക്കും പപ്പയ്ക്ക് ടെൻഷനില്ല, എൻ്റെ ഹസ്ബൻഡിന് ടെൻഷനില്ല. ഞാൻ എവിടെ പോയാലും ഒരാളെ വിളിച്ച് പെർമിഷൻ ചോദിക്കുക, ഒരാളോട് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് ഈ സൊസൈറ്റി പേടിയുള്ളതുകൊണ്ട് നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുമോ, നമ്മൾ സേഫ് ആണോ എന്നുള്ള പ്രശ്നം. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. നമ്മളായിട്ട് പോയിട്ട് ഒരു പ്രശ്നത്തിൽ തലവെക്കാതിരുന്നാൽ മതി. പക്ഷെ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ ഒരാൾ നോക്കുന്നതോ നമ്മൾ ഒരാൾ കമൻറ്റ് അടിക്കുന്നതോ ഒന്നുമില്ല. ഇവൻ തോന്നുന്നു നമ്മുടെ പുറകെ ഒരാൾ വന്നതാണേ അവിടുത്തെ റൂള് പ്രകാരം എല്ലാ 5 kilometerലും ഒരു പോലീസ് വണ്ടി കാണും. നമ്മൾ അവിടുത്തെ ഹോട്ട്ലൈൻ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ 5 minute നമ്മുടെ അടുത്ത് വരണമെന്നാണ്. അതാണ് അവിടുത്തെ റൂള് പറയുന്നത്. സോ ഈ എല്ലാ 5 minute ഇത്രയും പോലീസ് സെക്യൂരിറ്റീസ് ഉള്ളതുകൊണ്ട് അവിടെ ഉള്ളവർക്കാണെങ്കിലും വളരെ സ്കെയർഡാണ്. നമ്മൾ ഒരു വുമണിനെ എന്തെങ്കിലും ഒരു ആക്രമിക്കാനും കാര്യങ്ങൾ ചെയ്യാനും. സോ ആ ഒരു സെക്യൂരിറ്റി, ആ ഒരു സേഫ്നെസ്സും എനിക്ക് ജർമ്മനിയിൽ ഫീൽ ചെയ്തെന്ന് വെച്ചാൽ നാട്ടിൽ ഇപ്പോഴാണെങ്കിലും എനിക്കറിയത്തില്ല, എന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ല. എന്നുവെച്ചാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആൾക്കാർ വുമൻസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഭയങ്കരമായിട്ടാണ്. അതിപ്പം അവരുടെ വീട്ടിൽ നിന്നല്ല, എല്ലാവരും വെച്ചാൽ അവരുടെ സ്കൂൾ തൊട്ടേ അത് ഭയങ്കരമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും ശരി, നമ്മൾ ഏത് സമയത്ത് ഇറങ്ങി നടന്നാലും അവരെ റെസ്പെക്ട് ചെയ്യണമെന്നുള്ളത് അവർക്ക് വളരെ കിൻഡർഗാർഡൻ വെച്ചാൽ സ്കൂളിങ് മുന്നേ അവർക്കറിയാം. ഓക്കെ നമ്മളെല്ലാവരും ഈക്വലാണ്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമ്മളെല്ലാം പരസ്പരം റെസ്പെക്ട് ചെയ്യണമെന്നുള്ളത്. സോ എനിക്ക് ഇന്ന് വരെ ഒരു മോശാനുഭവം അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റിയോ ജർമ്മനിയിൽ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല.